കൊല്ലപ്പെട്ട സ്ത്രീയുടെ മൊബൈൽ ഫോൺ സൈനുലാബ്ദീൻ ഓണാക്കിയിരുന്നില്ല എങ്കിൽ കേസിൽ അബൂബക്കർ മാത്രമായിരുന്നു പ്രതി, അല്ലെങ്കിൽ അബൂബക്കർ മാത്രമായിരിക്കും പ്രതി എന്നതിൻ്റെ തെളിവാണ് പോലീസ് കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് കൃത്യമായി പറയുന്നുണ്ട് അബൂബക്കറാണ് കൊലപാതകം നടത്തിയത്, അബൂബക്കർ മാത്രമാണ് കൊലപാതകം നടത്തിയത്. ഈ കേസിൽ മറ്റേതെങ്കിലും പ്രതികളുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലും പോലീസ് ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. അതായത് ഈ കേസിൽ അബൂബക്കറിനെ പെടുത്താൻ അല്ലെങ്കിൽ അബൂബക്കറിലേക്ക് എത്താൻ വേണ്ടി പോലീസ് അമിതമായ ധൃതി കാണിച്ചു എന്ന് വേണം നമ്മൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ. എന്തായാലും ഈ കേസിൽ കൊലപാതക കുറ്റം ഒഴിവാക്കാൻ വേണ്ടി പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോഴും അബൂബക്കർ ജയിലിൽ നിന്ന് മുക്തനാവാനുള്ള സാധ്യതയില്ല. കാരണം അബൂബക്കറിനെതിരെ ബലാത്സംഗ കുറ്റവും ഒപ്പം തന്നെ വീട്ടിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങിയ വകുപ്പുകൾ നിലനിൽക്കും എന്നുള്ളതാണ് പോലീസിൻ്റെ വാദം. കേസിൽ അറസ്റ്റിലായ സൈനുലാബ്ദീൻ റിമാൻഡിലാണ്. ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. സൈനുലാബ്ദീൻ്റെ ഭാര്യ അനീഷയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇവർക്ക് ചില രോഗങ്ങളുണ്ട്, അതുകൊണ്ട് അവർ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. എന്തായാലും ഈ കേസിൽ അബൂബക്കറിൻ്റെ കേസിൽ കുടുംബം നിയമപോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. അനുകൂലമായൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കോടതി വഴി ഇത്തരത്തിൽ കള്ളക്കേസിൽ കുടുക്കിയതിനെതിരെ നിയമപോരാട്ടം നടത്താനാണ് കുടുംബത്തിൻ്റെ തീരുമാനം.